ഹലോ ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആരാണ് അദ്നാൽ അൽ ബൂർഷി? എന്താണ് കെപ്ലർ 1649c? ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. 2020 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 21 നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ആൻസർ ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ആൻസർ ഏപ്രിൽ 17. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം തുടങ്ങിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ആൻസർ കിസാൻ രഥ്. ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം തുടങ്ങിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ആൻസർ കിസാൻ രഥ്. ഇതുവഴി ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങളും ലഭ്യമാക്കും. ഇപ്പോഴത്തെ കേന്ദ്ര കൃഷിമന്ത്രി ആരാണ്? ആൻസർ നരേന്ദ്രസിംഗ് തോമർ. ഇപ്പോഴത്തെ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ നടപ്പിലാക്കലിൽ തുടർച്ചയായ 2ാം വർഷവും ഒന്നാമതെത്തിയത്? ആൻസർ കേരളം. കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ നടപ്പിലാക്കലിൽ തുടർച്ചയായ 2ാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്ത കവിയും ഭാഷാ പണ്ഡിതനുമായ പുതുശ്ശേരി രാമചന്ദ്രൻ അന്തരിച്ചു. ഗ്രാമീണ ശാഖകൾ, ഉത്സവബലി, ആവുന്നത്ര ഉച്ചത്തിൽ, കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്നിവയാണ് പ്രശസ്ത രചനകൾ. 2008 വള്ളത്തോൾ അവാർഡും 2015 എഴുത്തച്ഛൻ പുരസ്കാരവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. പ്രശസ്ത കവിയും ഭാഷാ പണ്ഡിതനുമായ പുതുശ്ശേരി രാമചന്ദ്രൻ അന്തരിച്ചു. ഗ്രാമീണ ശാഖകൾ, ഉത്സവബലി, ആവുന്നത്ര ഉച്ചത്തിൽ, കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്നിവയാണ് പ്രധാന രചനകൾ. ഇദ്ദേഹത്തിന് 2008 വള്ളത്തോൾ അവാർഡും 2015 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 40 ഡേയ്സ് എന്നർത്ഥം വരുന്ന ക്വാറന്റൈന എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നുമാണ് ക്വാറന്റൈൻ എന്ന വാക്ക് ഉദ്ഭവിച്ചത്. യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗിന് 40 ദിവസത്തെ സമ്പർക്ക നിയന്ത്രണം ഫലം കണ്ടിരുന്നു. തുടർന്ന് സമ്പർക്ക വിലക്ക് എന്നർത്ഥത്തിൽ ക്വാറന്റൈൻ എന്ന വാക്ക് ഉപയോഗിച്ചു പോരുന്നു. 40 ഡേയ്സ് എന്നർത്ഥം വരുന്ന ക്വാറന്റൈന എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നുമാണ് ക്വാറന്റൈൻ എന്ന വാക്ക് ഉദ്ഭവിച്ചത്. യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗിന് 40 ദിവസത്തെ സമ്പർക്ക നിയന്ത്രണം ഫലം കണ്ടിരുന്നു. തുടർന്ന് സമ്പർക്ക വിലക്ക് എന്നർത്ഥത്തിൽ ക്വാറന്റൈൻ എന്ന വാക്ക് ഉപയോഗിച്ചു പോരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഭാവർമ്മയുടെ പുസ്തകമായ ശ്യാമമാധവം എന്ന കൃതിക്ക് ലഭിച്ചു. കൃതിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് സമ്മാനിക്കുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ നൽകിയിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഭാവർമ്മയുടെ ഏത് പുസ്തകത്തിനാണ് ലഭിച്ചത്? ആൻസർ ശ്യാമമാധവം എന്ന കൃതിക്ക്. കൃതിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് സമ്മാനിക്കുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ നൽകിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ആൻസർ അദ്നാൽ അൽ ബൂർഷി. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ആൻസർ അദ്നാൽ അൽ ബൂർഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആങ് സാങ് സൂചിക്ക് ബ്രിട്ടൻ നൽകിയ ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരം തിരിച്ചെടുത്തു. ആങ് സാങ് സൂചിക്ക് ബ്രിട്ടൻ നൽകിയ ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരം തിരിച്ചെടുത്തു. ആരാണ് ആങ് സാങ് സൂചി എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്ന ഭഗത് സിംഗ്, സുഖ്ദേവ് തപ്പർ, ശിവറാം രാജ്ഗുരു
എന്നിവരുടെ ഓർമ്മയ്ക്കായി മാർച്ച് 23 ഷഹീദ് ദിവസ് ആയി ആചരിച്ചു. 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്ന ഭഗത് സിംഗ്, സുഖ്ദേവ് തപ്പർ, ശിവറാം രാജ്ഗുരു എന്നിവരുടെ ഓർമ്മയ്ക്കായി മാർച്ച് 23 ഷഹീദ് ദിവസ് ആയി ആചരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉടനീളം BS-6 ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ആൻസർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യയിൽ ഉടനീളം BS-5 ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ആൻസർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സംഗീത പുരസ്കാരം സ്വാതി പുരസ്കാരം. ഇത് 2017 വയലിനിസ്റ്റ് L. സുബ്രഹ്മണ്യത്തിന് ലഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സംഗീത പുരസ്കാരമായ സ്വാതി പുരസ്കാരം 2017 വയലിനിസ്റ്റ് L. സുബ്രഹ്മണ്യത്തിന് ലഭിച്ചു. അടുത്തത്, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനമായ ബ്രഹ്മകുമാരീസ് സരസ്വതൻ്റെ അധ്യക്ഷ ശ്രീമതി രാജ്യോഗിനി ദാദി ജനകി അന്തരിച്ചു. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനമായ ബ്രഹ്മകുമാരീസ് സരസ്വതൻ്റെ അധ്യക്ഷ ശ്രീമതി രാജ്യോഗിനി ദാദി ജനകി അന്തരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ കൃഷ്ണസ്വാമി V. ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ കൃഷ്ണസ്വാമി V. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹത്തിൻ്റെ പേരെന്താണ്? ആൻസർ കെപ്ലർ 1649c. 2020 ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹത്തിൻ്റെ പേരെന്താണ്? ആൻസർ കെപ്ലർ 1649c. അടുത്ത ക്വസ്റ്റ്യൻ, 2020 വേൾഡ് ഹീമോഫീലിയ ഡേ ഏപ്രിൽ 17 വേൾഡ് ഹീമോഫീലിയ ഡേ. ഇതിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ്. 2020 വേൾഡ് ഹീമോഫീലിയ ഡേയുടെ പ്രമേയം എന്താണ്? ആൻസർ ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR വികസിപ്പിച്ച ഡീകണ്ടാമിനേഷൻ ആൻഡ് സാനിറ്റൈസിംഗ് ടണൽ എവിടെയാണ്? പ്യൂസ, ന്യൂഡൽഹി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR വികസിപ്പിച്ച ഡീകണ്ടാമിനേഷൻ ആൻഡ് സാനിറ്റൈസിംഗ് ടണൽ പ്യൂസ, ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് MTNL മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡിൻ്റെ പുതിയ CMD ആരാണ്? ആൻസർ PK പർവാർ. മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡിൻ്റെ പുതിയ CMD ആൻസർ PK പർവാർ. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ പുതിയ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? ആൻസർ 3.75. RBIയുടെ പുതിയ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? ആൻസർ 3.75. എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർട്ട്നർ 2019 ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും ഡിജിറ്റലി സ്കിൽഫുള്ളായ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. രണ്ടാമത്തേത് UK. ഗാർട്ട്നർ 2019 ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും ഡിജിറ്റലി സ്കിൽഫുള്ളായ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, പേടിഎം ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആൻഡ് CEO ആയി നിയമിതനായ വ്യക്തി ആരാണ്? ആൻസർ വിനീത് അറോറ.
പേടിഎം ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആൻഡ് CEO ആയി നിയമിതനായ വ്യക്തി ആരാണ്? ആൻസർ വിനീത് അറോറ. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 ചികിത്സയ്ക്കായി കർണാടക NITയിലെ ഗവേഷകർ വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ അണുനാശിനി ചേംബറിൻ്റെ പേരെന്താണ്? ആൻസർ സീറോ കോവ്. COVID-19 ചികിത്സയ്ക്കായി കർണാടക NITയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ അണുനാശിനി ചേംബറിൻ്റെ പേരെന്താണ്? ആൻസർ സീറോ കോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ഏപ്രിലിൽ COVID-19 ബാധിച്ച് മരണമടഞ്ഞ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ സഫർ സർഫ്രാസ്. 2020 ഏപ്രിലിൽ COVID-19 ബാധിച്ച് മരണമടഞ്ഞ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ സഫർ സർഫ്രാസ്. അടുത്തത്, 13ാമത് അന്താരാഷ്ട്ര അറബ് ഫിക്ഷൻ പുരസ്കാരം നേടിയ അൾജീരിയൻ നോവലിസ്റ്റ് ആരാണ്? ആൻസർ അബ്ദുൽ വഹാബ് അസൗസി. 13ാമത് അന്താരാഷ്ട്ര അറബ് ഫിക്ഷൻ പുരസ്കാരം നേടിയ അൾജീരിയൻ നോവലിസ്റ്റ് ആരാണ്? ആൻസർ അബ്ദുൽ വഹാബ് അസൗസി. അടുത്ത ക്വസ്റ്റ്യൻ, കനറ ബാങ്കിൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിതനായ വ്യക്തി ആരാണ്? ആൻസർ മൃത്യുഞ്ജയ് മഹാപത്ര. കനറ ബാങ്കിൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിതനായ വ്യക്തി ആരാണ്? ആൻസർ മൃത്യുഞ്ജയ് മഹാപത്ര. അടുത്ത ക്വസ്റ്റ്യൻ, സംഗീത സംവിധായകൻ MK അർജുനൻ മാസ്റ്റർ അന്തരിച്ചു. 1968 കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെയാണ് സംഗീത സംവിധാന മേഖലയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. സംഗീത സംവിധായകൻ MK അർജുനൻ മാസ്റ്റർ അന്തരിച്ചു. 1968 കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെ സംഗീത സംവിധാന മേഖലയിലേക്ക് പ്രവേശിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.